നമസ്കാരം. ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം. യുഎഇയിൽ വീട്ടുജോലിക്കാർ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജനുവരി 1 മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുകയാണ്. ജനുവരി 1-നകം തന്നെ ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാത്ത തൊഴിലുടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ജനുവരി 1 മുതൽ വിസ എടുക്കാനോ നിലവിലുള്ളവ പുതുക്കാനോ സാധിക്കില്ല. നേരത്തെ ഈ നിയമം അബുദാബി, ദുബായ് എമിറേറ്റുകളിലെ വിസക്കാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എമിറേറ്റുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. ഇത് പ്രവാസികൾക്ക് ഏറെ ഗുണകരമായ ഒന്നാണ്. നിയമപ്രകാരം തൊഴിലുടമയാണ് ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കേണ്ടത്. ഫാമിലി വിസയുള്ള ജീവനക്കാർ അവരുടെ ആശ്രിതർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കണം. ദുബായിൽ നിന്ന് നിർത്തലാക്കിയ ഫ്ലൈ ദുബായ് സർവീസുകൾ ഇന്നു മുതൽ പുനരാരംഭിക്കുകയാണ്. ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നത്. ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആവശ്യമായ സാഹചര്യത്തിൽ സർവീസ് ഷെഡ്യൂളുകൾ പുനഃക്രമീകരിക്കുമെന്നും എയർലൈൻ വക്താവ് അറിയിച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് കമ്പനി മുൻഗണന നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുബായ് എക്സ്പോ സിറ്റിയുടെ വികസനത്തിന് പുതിയ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് ഭരണാധികാരി. ദുബായ് നഗരത്തിന്റെ ഭാവി വികസന കേന്ദ്രമെന്നാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എക്സ്പോ സിറ്റിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 75,000 ആളുകളെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് വികസന പദ്ധതി തയ്യാറാക്കുന്നത്. 3.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ താമസ കേന്ദ്രങ്ങളും സമുച്ചയങ്ങളും ഓഫീസ് സമുച്ചയങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. വിവിധ മേഖലകളിലായി 40,000 പ്രൊഫഷണലുകൾക്ക് താമസമൊരുക്കാൻ കൂടി എക്സ്പോ ലക്ഷ്യമാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.